Hello students, ഇന്നത്തെ അസൈൻമെന്റ് ക്വസ്റ്റ്യന് ഡ്യുവാലിറ്റി ഉപയോഗിച്ച് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരുന്നു. മാക്സിമൈസ് z equal to 3x1 plus 5x2 plus 4x3 subject to 2x1 plus 3x2 less than or equal to 8, 2x2 plus 5x3 less than or equal to 10, 3x1 plus 2x2 plus 4x3 less than or equal to 15, x1, x2, x3 greater than or equal to 0. Given that problem, you have to find the solution of the dual. X-ലുള്ള പ്രോബ്ലത്തിന്റെ അല്ല, സൊല്യൂഷൻ ഓഫ് ദ ഡ്യുവൽ ആൻഡ് റീഡ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദ പ്രൈമൽ ഫ്രം ദ സിംപ്ലക്സ് ടേബിൾ. ഡ്യുവൽ സോൾവ് ചെയ്യണം, പ്രൈമൽ വീണ്ടും സിംപ്ലക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് സൊല്യൂഷൻ പറയാനല്ല പറഞ്ഞേ. അങ്ങനെ ചിലർ ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം. യൂസ് ഡ്യുവാലിറ്റി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡ്യുവൽ എഴുതി അത് സോൾവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫൈനൽ ടേബിളിൽ നിന്ന് പ്രൈമൽ സോൾവ് ചെയ്ത് പ്രൈമലിൻ്റെ വേരിയബിൾ വാല്യൂസും സൊല്യൂഷനും എടുത്ത് പറയുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം മാക്സിമൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോമാണ്. മാക്സിമൈസേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമാണ്. മിനിമൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നാൽ അതിൻ്റെ ഡ്യുവൽ മാക്സിമൈസേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ തമ്മിൽ ഡ്യുവലാണ്, അല്ലെ ഡ്യുവൽ ഓഫ് ദ ഡ്യുവൽ പ്രൈമൽ എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമൈസേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നാൽ അതിൻ്റെ ഡ്യുവൽ അതിനെ മിനിമൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കിയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഡ്യുവൽ എന്തായിരിക്കും? മിനിമൈസേഷൻ. ഈ ഫോംസ് തമ്മിൽ ഡ്യുവലാണ്. മിനിമൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും ഇതിൻ്റെ ഡ്യുവൽ. ഹിയർ ദ primal has 3 variables, therefore dual has 3 constraints. Primal has 3 constraints, dual has 3 variables, therefore we take the variables to be y1, y2, y3 and write the dual first. Dual is minimize. Equations in the right side നോക്കി. 8y1 plus 10y2 plus 15y3 subject to x1 ന്റെ coefficients എല്ലാ equationsലും നോക്കുക. 2y1 പ്ലസ് സെക്കൻഡ് ഇക്വേഷനിലില്ല 0y2 പ്ലസ് 3x1 അവിടെ കിടക്കുന്നത്. അപ്പോൾ 3y3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ x1ന്റെ കോഎഫിഷ്യന്റ് 3. അങ്ങനെ ഫസ്റ്റ് കൺസ്ട്രെയിന്റ് എഴുതി. ഇനി ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. മാക്സിമൈസേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിലാണ് എല്ലാം. നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ്, either that form or minimization greater than or equal to form. ഇതിൽ തമ്മിൽ ഡ്യുവലാണ്. ഇനി x2 പ്രൈമലിലെ x2ന്റെ കോഎഫിഷ്യൻസ് നോക്കി നമുക്ക് സെക്കൻഡ് കൺസ്ട്രെയിന്റ് എഴുതാം. അതിങ്ങനെ കിട്ടും. പ്രൈമലിലെ x3യുടെ കോഎഫിഷ്യൻസ് നോക്കി നമുക്ക് തേർഡ് കൺസ്ട്രെയിന്റ് എഴുതാം. അതും ഇങ്ങനെ കിട്ടും. ദെൻ ഈക്വാളിറ്റീസ് ഒന്നും ഇല്ല കൺസ്ട്രെയിൻസിൽ, അതുകൊണ്ട് all the variables y1, y2, y3 greater than or equal to 0. Now we have to solve the problem in y1, y2, y3യിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണം. മിനിമൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് RHS ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ്. നമുക്ക് ഏത് സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ബിഗ് മെത്തേഡോ ടു ഫേസ് സിംപ്ലക്സ് മെത്തേഡോ അപ്ലൈ ചെയ്യാം. ഹിയർ വി അപ്ലൈ ടു ഫേസ് സിംപ്ലക്സ് മെത്തേഡ്. അപ്പോൾ എല്ലാ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോം ആണ്. നമുക്ക് ഇതിനെ ഈക്വാലിറ്റി ആക്കാൻ സർപ്ലസ് വേണം. ടു ഫേസിലാണെങ്കിലും ബിഗമിലാണെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിൾസും കൂടി വേണം. അതും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മൂന്ന് ഇക്വേഷൻസിന് വേണ്ടി 3 സർപ്ലസ് വേരിയബിൾസ് y1, y2, y3 വരെ ഉണ്ട്. y4, y5, y6 എല്ലാ ഇക്വേഷൻസിൽ നിന്നും ഓരോ ഇക്വേഷൻസിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ ഫോർ ദ പ്രൊസീജിയർ ഓഫ് ടു ഫേസ് സിംപ്ലക്സ് മെത്തേഡ് വി ആഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എല്ലായിടത്തും വേണം. അപ്പോൾ അടുത്ത 3 y7, y8, y9 സർപ്ലസ് എല്ലാം അടുപ്പിച്ച് ആർട്ടിഫിഷ്യൽ എല്ലാം അടുപ്പിച്ച് അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ദെൻ ഇൻ ടു ഫേസ് സിംപ്ലക്സ് മെത്തേഡ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് എ സം ഓഫ് ദ ആർട്ടിഫിഷ്യൽ ഫേസ് 1ൽ സം ഓഫ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആൻഡ് വി റൈറ്റ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആസ് g of x. മിനിമൈസ് g of x ഈക്വൽ ടു വിച്ച് ആർ ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് അവസാനം കൊടുത്തു y7, y8 ആൻഡ് y9. അങ്ങനെ അതിനെ ഈക്വാളിറ്റീസ് ആക്കി. ദെൻ വി മൂവ് ടു ദ സിംപ്ലക്സ് ടേബിൾ. അതിൻ്റെ സിംപ്ലക്സ് ടേബിൾ കാണിച്ചു തരാം. വീണ്ടും നമുക്ക് ഒന്നും ആലോചിക്കാനില്ല, സിംപ്ലക്സ് ടേബിൾ എഴുതാം. ടു ഫേസ് സിംപ്ലക്സ് മെത്തേഡാണ്. ഫേസ് 1ൽ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് y7, y8, y9 കോഎഫിഷ്യൻസ് 1 കൊടുത്ത് നമ്മൾ ടേബിൾ എഴുതുന്നു.
ഫേസ് 1 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ G 0 ആവണം, അല്ല ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവണം. ഇത്തിരി ചെയ്യാനുണ്ട്. 4 ടേബിൾസ് ചെയ്ത് G 0 ആവും. അങ്ങനെ ഫേസ് 1 തീരും. ഫേസ് 1 തീർന്നാൽ നമ്മൾ ഫേസ് 2 പോകും. ഫേസ് 2 ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയിരുന്നു. മിനിമൈസേഷൻ ആണ് നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ 8 and 15 ആണ് ഒറിജിനൽ വൈയിലുള്ള ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ്. അത് ഉപയോഗിച്ച് നമ്മൾ ഫേസ് 2 ചെയ്യുന്നു. ഫേസ് 2 അധികം ടേബിൾസ് ചെയ്യേണ്ട. ഒരു ടേബിളിൽ നമുക്ക് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഹിയർ 5 ഈക്വൽ ടു 765/41. ആദ്യത്തെ കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് 0, രണ്ടാമത്തത് 0, മൂന്നാമത്തത് 0, then 89/41, 50/41, 62/41, all greater than or equal to 0, satisfy the non-negativity restrictions. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സൊല്യൂഷൻ. ഇത് ഏതിൻ്റെ സൊല്യൂഷനാ? ഡ്യുവലിൻ്റെ സൊല്യൂഷനാ. സൊല്യൂഷൻ ഓഫ് ദ ഡ്യുവൽ ഈസ്, അപ്പോൾ ഡ്യുവലിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ എഴുതാം. ഡ്യുവലിൻ്റെ സൊല്യൂഷൻ എന്താ? ഡ്യുവലിൻ്റെ സൊല്യൂഷൻ ഡ്യുവല് മിനിമൈസേഷൻ ആയിരുന്നു. അപ്പോൾ മിനിമം 5 ഈക്വൽ ടു 765/41 അറ്റ് y1 ഈക്വൽ ടു y1 നോക്കി എഴുതണം. ഇതാണ് y1ൻ്റെ റോ. 45/41. y2 ഈക്വൽ ടു താഴത്തെ റോ ആണ്. y2 ഇവിടെയാണ്. 24/41 ആൻഡ് y3 ഈക്വൽ ടു നിങ്ങളുടെ സെലക്ഷൻ അനുസരിച്ച് ഈ റോയൊക്കെ മാറി വരാം. ചിലർക്ക് y1 ആദ്യമൊക്കെ കിട്ടി. അത് ഒരേ വാല്യൂ വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം കൊണ്ടാണ്. രണ്ടിടത്ത് ഒരേ വാല്യൂ റിപ്പീറ്റ് ചെയ്യുക, അതിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ്. പ്രശ്നമല്ല, അങ്ങനെയുള്ള സെലക്ഷൻ്റെ വ്യത്യാസം കൊണ്ടാണ് റോ മാറി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം. y3 ഈക്വൽ ടു 11/41. ദിസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡ്യുവൽ. ദെൻ പ്രൈമലിൻ്റെ സൊല്യൂഷനിൽ ഒരു കാര്യം നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് പഠിച്ച തിയറി തന്നെ, വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈക്വൽ ടു ഓഫ് ദ പ്രൈമൽ ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ ഡ്യുവൽ അറ്റ് ദ ഒപ്റ്റിമൽ സ്റ്റേജ്. അപ്പോൾ പ്രൈമൽ എന്നാ പ്രോബ്ലം ആയിരുന്നു? മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. മാക്സിമം ഓഫ് പ്രൈമൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു മാക്സ് എഫ് ഈക്വൽ ടു എന്നാ കിട്ടും? വേറെ ഒന്നും ആലോചിക്കാനില്ല. 765/41 എന്നുള്ളത് തന്നെയാണ് പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി പ്രൈമൽ വേരിയബിൾസ് എന്തായിരുന്നു? ഒറിജിനൽ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന വേരിയബിൾസ്. ദർ ആർ 3 വേരിയബിൾസ്, x1, x2 ആൻഡ് x3. ഇതായിരുന്നു പ്രൈമലിൻ്റെ വേരിയബിൾസ്. ഇനി അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് നെറ്റ് എവാലുവേഷൻസ് നമ്മൾ തിയറിയിൽ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞപ്പോൾ നെറ്റ് എവാലുവേഷൻസ് പറഞ്ഞെങ്ങനെയാണ്? CJ + സിഗ്മ AIJ pi greater than or equal to 0 and the other net evaluations are minus pi I greater than or equal to 0. Actually, Cj plus sigma for the optimal solution, Cj plus sigma Aij pi I equal to 0 ആണ് 0 ആകാൻ പോകുന്നത്. മൈനസ് പൈ ഐ ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ Cj plus sigma Aij pi I എന്ന് പറയുന്നത് ഈ കാണുന്ന സീറോസ് ആണ്. ദാറ്റ് മീൻസ് ദേ ആർ ദ ബേസിക് വേരിയബിൾസ്. കണ്ടപ്പോഴും തോന്നിയില്ലേ? y1, y2, y3 ബേസിസിന്റെ ഫോമിലാണ്. ഒരു പൊസിഷനിൽ 1 ബാക്കി 0 എന്നൊക്കെ കിടക്കുന്നത്. അതാണ് ഈ സ്റ്റേജിലെ ബേസിക് വേരിയബിൾസ്. അതിന്റെ നെറ്റ് എവാലുവേഷൻസ് 0 ആണ്. ഇനി മിച്ചം വന്നത് ആർട്ടിഫിഷ്യൽ വേരിയബിളിന് വലിയ റോളൊന്നും ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. അതൊരു പ്രൊസീജിയർ പാർട്ടായിട്ടുള്ള വേരിയബിൾ ആണ്. അപ്പോൾ പിന്നെയുള്ളത് സർപ്ലസ് വേരിയബിൾസ് ആണ്. നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലത്തിന്റെ സർപ്ലസ് വേരിയബിൾസും നമ്മളുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ എക്സിലുള്ള പ്രോബ്ലത്തിന്റെ ഒറിജിനൽ വേരിയബിൾസും തമ്മിലാണ് ബന്ധം. അപ്പൊ ഇത് മൈനസ് ആദ്യത്തെ സർപ്ലസ് വേരിയബിൾ. ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലത്തിൽ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത് എന്ന് വന്നത് നമ്മളുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 3 വേരിയബിൾസ് ആണ് എന്നതുകൊണ്ടാണ്. 3 ഇക്വേഷൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് 3 സർപ്ലസ് ആവശ്യം വന്നു. ആ സർപ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് നമ്മുടെ -π1 ആണ്, ഇത് നമ്മുടെ -π2 ആണ്, ഇത് നമ്മുടെ -π3 ആണ്. -π1 greater than or equal to 0, -π2 greater than or equal to 0, -π3 greater than or equal to 0. ആ തിയറിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തത് പ്രൈമൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന -π ഡ്യുവലിന്റെ സൊല്യൂഷൻ ആണ്
ഡ്യുവലിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ തരുമെന്നാ. നമ്മൾ ഈ -π എടുത്തിട്ട് -πi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ φ(-π) എന്ന് പറയുന്നത് അപ്പോഴത്തെ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ ആയ കഴിഞ്ഞ തിയറം ഓർക്കണം. φ(-π) ഈക്വൽ ടു -σ(πi)bi എന്നുള്ള അവിടുത്തെ പ്രൈമലിന്റെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരുന്നു. ഒറിജിനൽ പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നു. അപ്പൊ ഇവിടെ അത് ചെയ്യാം. ഇതാണ് നമ്മുടെ -πi. ഇത് നമ്മളുടെ ഒറിജിനൽ പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ തരും. നമ്മൾ സോൾവ് ചെയ്യാത്ത പ്രോബ്ലത്തിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈ മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഓർഡറിൽ ആദ്യത്തെ സർപ്ലസ് വേരിയബിളിൽ y4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് എവാലുവേഷൻ -π1, x1 ഈക്വൽ ടു ശരിക്കും പറഞ്ഞാൽ -π1 ആണ്. ടേബിളിൽ നോക്കി -π1 ഈക്വൽ ടു 89 ഡിവൈഡഡ് ബൈ 41, x2 ഈക്വൽ ടു -π2 ഈക്വൽ ടു ആദ്യത്തെ സർപ്ലസ് വേരിയബിൾ, രണ്ടാമത്തെ സർപ്ലസ് വേരിയബിൾ, അത് ടേബിളിൽ ഓർഡർ ഒന്നും മാറത്തില്ല. രണ്ടാമത്തെ സർപ്ലസ് വേരിയബിൾ. ഇനി ബിഗ്ഗം ചെയ്താൽ ആർട്ടിഫിഷ്യലും ഈ ടേബിളിൽ കാണും. അപ്പോൾ ആർട്ടിഫിഷ്യൽ നിങ്ങൾ ഉപയോഗിക്കരുത്. സർപ്ലസുമായിട്ടാണ് കണക്ഷൻ. -π2 അപ്പോൾ 50 ഡിവൈഡഡ് ബൈ -π1, -π2, -π3 വാല്യൂ ആണ് ഈ ടേബിളിൽ കാണുന്ന നെറ്റ് എവാലുവേഷൻ. -π1, -π2, -π3 ആണ് നോൺ നെഗറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ -π2 ആയ 50/41 ആണ് രണ്ടാമത്തെ പ്രോബ്ലം വേരിയബിളിന്റെ വാല്യൂ. മൂന്നാമത്തെ പ്രോബ്ലം വേരിയബിൾ x3യുടെ വാല്യൂ. മൂന്നാമത്തെ നെറ്റ് എവാലുവേഷൻ ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടല്ല, സർപ്ലസ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് എവാലുവേഷൻ. ദാറ്റ് ഈസ് -π3 ഈസ് 62 ഡിവൈഡഡ് ബൈ 41. ഇത് -π3 ആണ്. അത് 62 ഡിവൈഡഡ് ബൈ 41 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് പ്രൈമലിന്റെ സൊല്യൂഷൻ. ആദ്യത്തെ നമുക്ക് തന്നിരുന്ന ഒറിജിനൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ. ഇതിനു വേണ്ടി നമ്മൾ വേറെ പ്രൈമൽ എഴുതി, എക്സിലുള്ള പ്രോബ്ലം എഴുതി. അവിടുത്തെ സ്ലാക്ക് വേരിയബിൾസ് ആണ് വരിക. അവിടെ മാക്സിമൈസേഷൻ ലെസ് ടു കൺസ്ട്രെയിൻസ് ആയിരുന്നു. അത് സോൾവ് ചെയ്ത് ടേബിൾസ് എല്ലാം എഴുതി കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ടേബിളിൽ നിന്ന് സൊല്യൂഷൻ റീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്ന ടേബിളിൽ സർപ്ലസിന് പകരം സ്ലാക്സ് ആണുള്ളതെങ്കിൽ സ്ലാക്സിനെ ഓർഡറിൽ എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള നെറ്റ് എവാലുവേഷൻ ഇപ്പോൾ കാണുന്ന സ്ക്വയർ ടേബിളിൽ പോലെ മാർക്ക് ചെയ്യുക. സ്ലാക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് എവാലുവേഷൻ മാർക്ക് ചെയ്താൽ ഓർഡറിൽ എടുത്താൽ നമുക്ക് ഒറിജിനൽ ഇപ്പോൾ സോൾവ് ചെയ്തതിൽ സർപ്ലസ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് പഴയ പ്രോബ്ലത്തിന്റെ വേരിയബിൾ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഉള്ളത് സർപ്ലസിന് പകരം സ്ലാക്സ് ആണെങ്കിൽ ആ സ്ലാക്സ് ഓർഡറിൽ എടുക്കുക. അതിന്റെ നെറ്റ് എവാലുവേഷൻസ് ആണ് -πi തരിക. അപ്പോൾ ആ വാല്യൂസ് എടുത്താൽ നമുക്ക് അതിന്റെ പ്രൈമൽ ഡിവലിൽ സോൾവ് ചെയ്യാത്ത പ്രോബ്ലത്തിന്റെ വേരിയബിൾ വാല്യൂസ് എടുക്കാം. ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ അങ്ങനെ ഒരിക്കലും പരിഗണിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ ഒപ്റ്റിമൽ സ്റ്റേജിൽ ഈ കാണുന്ന നെറ്റ് എവാലുവേഷൻസ് അതിന്റെ ഡ്യുവൽ പ്രോബ്ലവുമായിട്ട് ബന്ധമുണ്ട്. ഒരെണ്ണത്തിന്റെ ഡ്യുവൽ തിരിച്ചും പ്രൈമൽ ഡ്യുവൽ റിലേഷൻ നമുക്ക് പറയാം. പ്രോബ്ലം 1ന്റെ ഡ്യുവൽ പ്രോബ്ലം 2 ആണെങ്കിൽ പ്രോബ്ലം 2ന്റെ ഡ്യുവൽ പ്രോബ്ലം 1 ആണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടത് തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ഇതേ ശ്രദ്ധിക്കാനുള്ളൂ. നെറ്റ് എവാലുവേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ പ്രൈമൽ ഡ്യുവലിലെ മറ്റേ പ്രോബ്ലത്തിന്റെ സോൾവ് ചെയ്യാത്ത പ്രോബ്ലത്തിന്റെ വാല്യൂ പറയാം. നെറ്റ് എവാലുവേഷൻസ് കുറേ 0 ആയിരിക്കും. അത് ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. പിന്നെ സർപ്ലസ്, സ്ലാക്ക്, ആർട്ടിഫിഷ്യൽസിനെ ഒരിക്കലും പരിഗണിക്കേണ്ട കാര്യം ഇല്ല. ആർട്ടിഫിഷ്യൽസ് ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും ഈ സൊല്യൂഷൻ പറയുന്നില്ല. പിന്നെ സ്ലാക്സ് ആണെങ്കിൽ അത് ഓർഡറിൽ എടുക്കുക, സർപ്ലസ് ആണെങ്കിൽ അത് ഓർഡറിൽ എടുക്കുക. അതിന്റെ നെറ്റ് എവാലുവേഷൻസ് മാർക്ക് ചെയ്യുക ഓർഡറിൽ തന്നെ. ആദ്യത്തെ സ്ലാക്ക് വേരിയബിളിന്റെ ഓർ സർപ്ലസ് വേരിയബിളിന്റെ നെറ്റ് എവാലുവേഷൻ ആണ് ആദ്യത്തെ സോൾവ് ചെയ്യാത്ത പ്രോബ്ലത്തിന്റെ വേരിയബിൾ വാല്യൂ. രണ്ടാമത്തെ സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിൾ ഏതാന്ന് നോക്കുക. അതിന്റെ നെറ്റ് എവാലുവേഷൻ ഫൈനൽ ഒപ്റ്റിമൽ സ്റ്റേജിൽ നിന്ന് റീഡ് ചെയ്യുക. അതായിരിക്കും നമ്മൾ സോൾവ് ചെയ്യാത്ത പ്രോബ്ലത്തിന്റെ രണ്ടാമത്തെ വേരിയബിളിന്റെ വാല്യൂ. മൂന്നാമത്തെ വേരിയബിളിന്റെ വാല്യൂ അറിയണമെങ്കിൽ മൂന്നാമത്തെ ഉണ്ടെങ്കിൽ സ്ലാക്കോ സർപ്ലസോ പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേരിയബിളിന്റെ നെറ്റ് എവാലുവേഷൻ എടുക്കുക. അതായിരിക്കും അതിന്റെ വേരിയബിൾ. സോൾവ് ചെയ്യാത്ത പ്രോബ്ലത്തിന്റെ വേരിയബിൾ വാല്യൂ. സോൾവ് ചെയ്ത പ്രോബ്ലത്തിന്റെ വേരിയബിൾ വാല്യൂ അത് ബേസിസിൽ നോക്കി ഇതേപോലെ പറയണം. ഇവിടെ y3, y1, y2 എന്നുള്ള ഓർഡറിൽ കിടക്കുന്ന ഓർഡർ തെറ്റാതെ ഇവിടുന്ന് സോൾവ് ചെയ്ത പ്രോബ്ലത്തിന്റെ വാല്യൂ എടുത്തു പറയണം. സോൾവ് യൂസിങ് ഡ്യുവാലിറ്റി ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ് ഉണ്ട്. സോൾവ് യൂസിങ് ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്.
തന്നിരിക്കുന്ന പ്രോബ്ലം അല്ല സോൾവ് ചെയ്യേണ്ടത്, അതിന്റെ ഡ്യുവൽ എഴുതുക, ഡ്യുവല് സോൾവ് ചെയ്യുക. ഈ കേസിൽ അത് കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് ചെയ്തത്. ഇവിടെ പ്രൈമൽ ആയിരുന്നു സോൾവ് ചെയ്യാൻ എളുപ്പം. അത് നമുക്ക് തന്നിരുന്ന